അറിവിലിരുന്ന് ഒരഹന്തയാദ്യമുണ്ടായി വരും ഇതിനോട് ഒരിതന്ത വാമയായും വരുമിവ രണ്ടു ലഭങ്ങൾ പോലെ മായാമരമഖിലം മറയെ പടർന്നിടുന്നു. മനോഹരമായി പറഞ്ഞു തരിക. എങ്ങനെയാണ് ഈ വിശ്വം പ്രകടമായത്, എന്നിൽ ഓരോന്നും പ്രകടമായത് പറയണു. എന്താ? അറിവിലിരുന്നൊരഹന്തയാദ്യമുണ്ടായി. ആദ്യം ഉണ്ടായത് എന്താണ്? അറിവിലിരുന്ന് ഈ അഖണ്ഡ ബോധത്തിൽ നിന്ന്, ഈ സത്യത്തിൽ നിന്ന്. അതിനെയാണ് ഉപനിഷത്ത് സദേവ സൗമ്യ ഇതമഗ്രേ ആസീത് ഏകമേവ അദ്വിതീയം. ആ ഒന്നുണ്ടായത്. ഇത് ഇവിടെ ഓരോന്നിൽ നിന്ന് ഓരോന്നിലേക്കുള്ള തിരിഞ്ഞു നടപ്പിനെ കാര്യം കാരണം ഇങ്ങനെയാ പറയാം, കാര്യകാരണത്തിലൂടെ. എന്നിട്ട് ഓരോന്നിൻ്റെ കാരണത്തെ കണ്ടെത്തിയ അതിനെ നിരസിച്ചിട്ട് അടുത്തതിലേക്ക് പോവുക. അതായത് ഞാനാകുന്ന കാര്യം, എൻ്റെ കാരണം എൻ്റെ അമ്മ. അപ്പം ഞാൻ അമ്മയെ കാരണമായി കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ അമ്മ കാര്യമാണ്. പിന്നെ അമ്മയിൽ ഞാൻ ജനിക്കുന്നതിൻ്റെ കാരണം അച്ഛനാണ്. അങ്ങനെ ഞാൻ അച്ഛനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അച്ഛൻ കാര്യവും, ആ അച്ഛൻ്റെ ഓരോന്നിനെ കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്കും, പിന്നെ കാരണത്തെ കാര്യമാക്കി അതിൻ്റെ കാരണത്തിലേക്കും. ഇങ്ങനെയാണ് യാത്ര. അപ്പോൾ ആദ്യം അന്വേഷിക്കുന്ന ഞാൻ കാര്യം, ആ കാര്യത്തിൻ്റെ കാരണമായിട്ടുള്ള അമ്മ, അപ്പോൾ പിന്നെ അമ്മ എന്തായി? കാര്യമായി. അതിന് കാരണമായിട്ടുള്ള അച്ഛൻ, അപ്പോൾ അച്ഛൻ കാരണമായിട്ടുള്ള അച്ഛൻ പിന്നെ കാര്യമായി. അതിൻ്റെ കാരണത്തിലേക്ക് ഫലമൂലാദികൾ കാര്യമായിട്ട് അതിൻ്റെ കാരണത്തിലേക്ക് ഭൂമി, ഭൂമിയെ കാര്യമാക്കി അതിൻ്റെ കാരണത്തിലേക്ക് ജലത്തെ കാര്യമാക്കി അതിൻ്റെ കാരണത്തിലേക്ക് അഗ്നിയെ കാര്യമാക്കി അതിൻ്റെ കാരണത്തിലേക്ക് വായുവിനെ കാര്യമാക്കി വായുവിൻ്റെ കാരണത്തിലേക്ക് ആകാശത്തെ കാര്യമാക്കി അതിൻ്റെ കാരണത്തിലേക്ക് ആത്മാവിൽ. അപ്പം ഈ ആത്മാവിലാണ് എല്ലാം നിലകൊള്ളുന്നത്. അതുകൊണ്ട് ആത്മാവാരേ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. ആത്മാവിനെയാണ് കേൾക്കേണ്ടത്, മനനം ചെയ്യേണ്ടത്, അറിഞ്ഞനുഭവപ്പെടുത്തേണ്ടത്. അതിനെ പറഞ്ഞു തരിക. അതിലപ്പം എന്തൊക്കെ ഉണ്ടായി? അപ്പം ഞാൻ തിരിഞ്ഞു നടന്നു, ശരി. ഇനി ഞാൻ അവിടുന്ന് ഇങ്ങോട്ടേക്ക് നടക്കണ്ടേ? വേണമെന്ന് പറയാം. ഇതൊരു തിരിഞ്ഞു നടപ്പും പിന്നെ അവിടുന്ന് തുടങ്ങിയിടത്തേക്കുള്ള ഒരു വരവാണ്. അതിന് പറയുന്നു, ആദ്യം തന്നെ ആ ബോധത്തിൽ അഖണ്ഡമായ മുറിവില്ലാത്ത ഒരു അഴിവില്ലാത്ത ആ സച്ചിദാനന്ദത്തിൽ നിന്നും ഒരഹന്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ബോധം. ഇത് ദിവസമുള്ള പരിപാടിയാണ്. നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ആദ്യം തന്നെ ഞാൻ എവിടെയാണ് കിടന്നത്, അല്ലെങ്കിൽ ഞാൻ എന്നതാ വരിക ആദ്യം. സമയം എത്രയായി, എനിക്ക് ഓഫീസിൽ പോകണമല്ലോ, ഞാൻ എന്നുള്ളത് ആദ്യം ഇങ്ങോട്ട് ആവേശിക്കും. അല്ലാതെ ഇന്നലെ കിടന്ന ആളാണോ, ഇന്നലെ അയ്യോ എനിക്കൊന്നും അറിയില്ലല്ലോ, ഞാൻ ഇന്നൊരു പുതിയ ആളാണ്, അങ്ങനെയല്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ആവേശിക്കുന്നു. ഒരഹന്ത, ഞാൻ എന്ന ആ ബോധം ആദ്യം ഉണ്ടാവുന്നു, ആദ്യമുണ്ടായി വരും. അതാണ് ആദ്യത്തേത് എന്ന് പറയാം. ഒരഹന്ത ആദ്യമുണ്ടായി വരും. അതിനോടൊപ്പം തന്നെ എന്തുണ്ടാവുന്നു? ഒരു ഇതന്ത എന്നുള്ളതിന് ഗുരു പറയുന്നത് ഒരു ഇതെന്ന ബുദ്ധി എന്നാണ്. ഒരു ഇതന്ത. ആ ഇതെന്താ എന്ന് പറയുമ്പം എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, എൻ്റെ ചിന്തകൾ, എൻ്റെ കുട്ടികൾ, ഇങ്ങനെ തുടങ്ങണു ഇത്. അപ്പം ഞാൻ എന്നതും ഇതെന്നതും പ്രകടമാകുന്നു. ഏതിൽ? ബോധത്തിൽ. അപ്പോൾ ബോധത്തിലെ ആദ്യത്തെ ശക്തിസ്പന്ദനം പ്രാണസ്പന്ദനം. ആ പ്രാണസ്പന്ദനത്തിലെ വിചാരങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ എന്നത് ശക്തമായി, പിന്നെ എൻ്റേത് എന്നത് അടുത്ത ശക്തമായി. തുടർന്നോ പറയുന്നു, ഇതിനോട് വാമയായും എന്ന് പറഞ്ഞാൽ ചേർന്നുകൊണ്ട്, വാമഭാഗത്ത് എന്നൊക്കെ പറയുമല്ലോ, കൈ വിടാതെ എപ്പോഴും കൂടെ നിന്നുകൊണ്ട് ഈ രണ്ടും, ഈ ഭേദങ്ങൾ ഞാനെന്നും എൻ്റേതെന്നുമുള്ളത് വാമയായി എന്നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ പറയുന്നു. ഗുരു നല്ലൊരു ഉപമ പറയാണ്. രണ്ടുലഭങ്ങൾ, രണ്ട് ലത പോലെ, രണ്ട് വള്ളികൾ പോലെ മായാമരമഖിലം,
മായയാകുന്ന മരത്തിൽ, ഈ വിശ്വത്തിൽ, ഈ പ്രപഞ്ചത്തിൽ, പ്രപഞ്ചവൃക്ഷത്തിൽ, ഞാനാകുന്ന ബോധവൃക്ഷത്തിൽ അവ എന്തുണ്ടാക്കുന്നു? മറയെ, അതിനെ മറച്ച്, പൂർണ്ണമായി മറച്ച് പടർന്നിടുന്നു, പടർന്ന് വ്യാപിക്കുന്നു. ഈ ഇത്തിക്കണ്ണി കാണുന്ന സമയത്ത് ഇത് ഓർത്താൽ മതി. ചില വൃക്ഷങ്ങളിൽ ഇത്തിക്കണ്ണി അങ്ങോട്ട് നിറഞ്ഞ് മരം ഏതാന്ന് മനസ്സിലാവില്ല, ആ പാകത്തിനാവും. അപ്പോൾ ചില വൃക്ഷങ്ങളെ സമൂലം വള്ളി ചുറ്റി 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 വള്ളി മാത്രം പ്രകടമാകും കാഴ്ചയ്ക്ക്. അപ്പോൾ ഗുരു ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവന് വേഗം മനസ്സിലാവും, കണ്ടോ നീ കണ്ടോ ഇതെന്താണ് എന്ന്. ഇതാണ് നിൻ്റെ സ്ഥിതി. എന്താണ്? നിന്നെ മറച്ചിരിക്കുക, നിന്നെ ശരിക്കുള്ള നിന്നെ കാണാനില്ല. പിന്നെ ഇവിടെ കാണുന്ന പ്ലാവ് അല്ലെങ്കിൽ മാവ് ഇതിനെയൊന്നും ഇപ്പോൾ കാണാനില്ല. കാണാനുള്ളത് എന്താണ്? നിറയെ ഏതൊരു വള്ളിയാണോ അതിനെ ചുറ്റിയിരിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. ഈ ഇത്തിക്കണ്ണി ഇത് പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതിൻ്റെ ജീവനും അതിൻ്റെ നിലനിൽപ്പും ഇത് തന്നെയാണ്. ഈ ബോധത്തിൽ നിന്നാണ് ഈ ഞാൻ എന്ന അഹങ്കാരത്തിനും അതിനും ഇതിനൊക്കെ ജീവിക്കാനുള്ള രസം കിട്ടുന്നത്. അപ്പോൾ ഇത്തിക്കണ്ണിയെ വെട്ടുന്നതാണോ മരത്തിന് നല്ലത്, അതോ വെച്ച് പിടിപ്പിക്കുന്നതാണോ നല്ലത്? സ്വയം ആലോചിച്ച് നോക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ അഹന്തി, അഹംബോധവും ഇത്യാദി വികാര വിചാരങ്ങളെല്ലാം തന്നെ ഇത്തിക്കണ്ണിയെ പോലെ പിടിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് അനാവശ്യമായിട്ടുള്ള നമ്മുടെ കുറേ സംഗതികളുണ്ട്, അത് മാറ്റുക എന്നുള്ളതാണ്. ഒരു ഭക്തിഗ്രന്ഥത്തിൽ അതിൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. ഒരു സൂചന തരാൻ ആചാര്യന്മാർ ശ്രമിക്കുന്ന ഒരു കഥയാണത്. അത് ഒരു വലിയ കരിങ്കൽ കോറിയിൽ കതിനാവെടി പൊട്ടിച്ച് കരിങ്കൽ പാളി, ഈ കരിങ്കല്ലിനെ പൊട്ടിക്കുന്ന വലിയ കരിങ്കൽ കോറി കണ്ടിട്ടില്ലേ? അതിൽ കരിങ്കല്ല് പൊട്ടിച്ചു. അങ്ങനെ വലിയ 2 കരിങ്കല്ലുകൾ, ഒന്നായ കല്ല് 2ആയി വീണു, താഴെ വീണു. അപ്പോൾ അതിൽ ഒരെണ്ണത്തിന് ഒരാൾ കൊണ്ടുപോയിട്ട് ഒരു സർവേക്കല്ലാക്കി, സർവേക്കല്ലല്ല കിലോമീറ്റർ ആക്കി എന്നാ പറയുക. അപ്പോൾ അതിനെ അവിടെ സ്ഥാപിച്ചു. എറണാകുളം 13 കിമീന്ന് എഴുതി വെച്ചു അതിൻ്റെ മുകളിൽ. വേറെ അതേ പാകത്തിന് ഒരെണ്ണം ഉണ്ടായിരുന്നു, അതിനെ വേറൊരാൾ കൊണ്ടുപോയി. എന്നിട്ടോ അദ്ദേഹം ഒരു ശില്പം ഉണ്ടാക്കിയതാ കൃഷ്ണൻ്റെ രൂപത്തിൽ. അപ്പം അതിനെ ആരൊക്കെയോ കൊണ്ടുപോയിട്ട് മലമുകളിൽ പ്രതിഷ്ഠിക്കാൻ പോവുക. ഒരു അവിടെ പ്രതിഷ്ഠയുണ്ട്, അതിന് പോയതാ, കൊണ്ടുപോവുക. ഇങ്ങനെയാണ് കഥ പറയുന്നത്. അപ്പോൾ ഈ കിമി സംസാരിച്ചു അത്ര. കിമി ചോദിച്ചു, ആളുകൾ ഈ പ്രതിഷ്ഠയൊക്കെ ആൾക്കാർ പോവുകയാണ്, അപ്പോൾ അവർ ഫലമൂലാദികളൊക്കെ ആയിട്ടാണ് പോണത്. കിമി ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു അമ്പലം ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, അവിടേക്ക് തൊഴാൻ പോവാന്ന്. അയ്യോ, നിങ്ങൾ വിഡ്ഢികളാട്ടോ, ഞങ്ങൾ ട്വിൻസായിരുന്നു എന്ന് പറയാം. അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി, ട്വിൻസാണ്, ഇവരൊരമ്മയുടെ മക്കളാണ്. മാത്രമല്ല അവൻ എന്നേക്കാൾ എന്താ പറയുക, നികൃഷ്ടനാണ്. കാരണം നിങ്ങൾക്കറിയോ, ഞങ്ങളുടെ കഥ കേൾക്കണോ? പറഞ്ഞുതരാം. ഞങ്ങളൊരമ്മയുടെ മക്കളാണ്. ഓ ശരി, മനസ്സിലായി. അപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ ഭാരം എന്ന് പറയുന്നത് ഒരു 60 കിലോ ഉണ്ട്. അവനും ഇതുപോലെ തന്നെയായിരുന്നു, ഏകദേശം ഒരു സമാനമായിട്ടുള്ള ഭാരമായിരുന്നു. ഒരാളൊരു ദിവസം വന്നു, വലിയ ഉളിയൊക്കെ ആയിട്ട്. അങ്ങനെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ദേഹത്ത് തൊട്ട് കളി വേണ്ടാന്ന്. അപ്പം അയാൾ എൻ്റെ അടുത്തുനിന്ന് മാറി, ഇവനെ ശരിയാക്കി എന്ന് പറയും. അങ്ങനെ ഇവന് 60 കിലോ ഉള്ള ഇവൻ ഇപ്പം 30 കിലോ മാത്രമേ ഉള്ളൂ കേവലം. ഞാൻ 60 കിലോ ആയിട്ട് ഇരിക്കുകയാണ്, അവനോ 30 കിലോ നഷ്ടപ്പെടുത്തിയിരിക്കണു. അവൻ എങ്ങനെ പൂജ്യനാകും എന്നാണ് ഇയാൾ ചോദിച്ചത്. കഥയിലൂടെ ആചാര്യൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ശില്പത്തിൽ പുതുതായി ഒന്നും കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. പിന്നെയോ ആ ശിലയിലെ അനാവശ്യമെന്ന് തനിക്ക് തോന്നുന്ന ഭാഗത്തെ താൻ അടർത്തി മാറ്റുക മാത്രമാണ് ചെയ്തത്. ഇങ്ങനെ അനാവശ്യമായ ചിലത് അടർത്തി മാറ്റുന്നതിലൂടെ ഇത് പൂജാർഹമാകുന്നു, ആരാധനയ്ക്ക് യോഗ്യമാകുന്നു, സർവരാലും പ്രകീർത്തിക്കാൻ പറ്റുന്ന ഒന്നായി തീരുന്നു. ഇതുപോലെ നമുക്ക് അനാവശ്യമായിട്ടുള്ള നമ്മിലെ ചിലതുണ്ട്, അതിനെ അങ്ങോട്ട് എടുത്തു മാറ്റിയാലുണ്ടല്ലോ ഗംഭീരമായി. പിന്നെ ആളുകൾക്ക് കാണുമ്പോൾ തന്നെ ഒരു സുഖമാണ് നമ്മളെ. ഇത് ചിലരെയൊക്കെ കുറിച്ച് കാണുമ്പോൾ തന്നെ പറയില്ല, കണ്ടോ അയാളുടെ നടപ്പ് കണ്ടോ അല്ലേ, എന്തൊരു അഹങ്കാരിയാണെന്നറിയോ അല്ലേ, ഇങ്ങനെയൊക്കെ ചിലർ പറഞ്ഞു കളയും. അപ്പം അതുകൊണ്ട്
കാമക്രോധ മത മാത്സര്യാദികൾ 5 കിലോ വെച്ചുണ്ട് നമ്മളതിൽ. അപ്പോൾ ഒരു 30 കിലോ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാലോ പിന്നെ നമ്മൾ പൂജാർഹരായി. ഈയൊരു ഏർപ്പാട് ഗുരു പറയുന്നു, അനാവശ്യമായിട്ടുള്ള അതിനെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സത്ത് മാത്രം അതിനെ മറച്ചിരിക്കുക ഇപ്പം. അപ്പം ഈ ഇത്തിക്കണ്ണിയാകുന്ന ഈ സംഗതികളൊക്കെ വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിയായ നമ്മുടെ സ്വരൂപം അങ്ങോട്ട് പ്രകടമാകുകയായി. അതിനെ പ്രകടമാക്കാൻ പറയുന്നു നമ്മളോട്. നമ്മളെ നമ്മൾ അവതരിപ്പിക്കും. അനന്തമായ ശക്തിയുടെ ഉറവിടമായിട്ടുള്ള നമ്മളെ അവതരിപ്പിക്കാം.